നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പച്ചമുളക് കൊണ്ട് ഒരു മാർവാടി സ്റ്റൈൽ പിക്കിൾ. ഈ പിക്കിളിനെ കുറിച്ച് പറയാനാണെങ്കിൽ സാധാരണയായി നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന പിക്കിൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെയല്ലാതെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഒരു പിക്കിൾ. ഇനി ഇതിനെ കറിന്ന് വിളിക്കണോ പിക്കിൾ എന്ന് വിളിക്കണോ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂട്ടാ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരോടും എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം, വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി ആരംഭിക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 100 ഗ്രാം പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൂത്ത് പാകമായ പച്ചമുളകാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ അധികം മൂക്കാത്ത ഇളയ പച്ചമുളക് എടുക്കുന്നതാ കൂടുതൽ നല്ലത് കേട്ടോ. അപ്പൊ പച്ചമുളക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, അധികം എരിവുണ്ടാവില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ ഉലുവ. ഈ ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇത് കണ്ണ് തള്ളിയവരെല്ലാം തന്നെ ഒന്ന് മെസ്സേജ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 4 ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിന്റെ കുരു കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ആരംഭിക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, പച്ചമുളക് ഇട്ടുക, റിംഗ് ടൈപ്പിൽ കനം കുറച്ചരിയുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക, സോക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. ഇത് ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ പച്ചമുളക് നല്ല സോഫ്റ്റ് ആയി കിട്ടാനും പച്ചമുളകിന്റെ എരിവ് കുറഞ്ഞ് കിട്ടാനുമാണ് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക. അത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ കടുക്, പെരുംജീരകം, മല്ലി, ഉലുവ ഇതിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. അതൊന്ന് പൊടിച്ച് വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും അടുപ്പിലേക്ക് പാൻ വെക്കുക. അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുകാണ് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കായം പൊടി ചേർത്ത് അതിറക്കി വെക്കുക കേട്ടോ. അപ്പൊ ഈ കടുകെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ എള്ളെണ്ണ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ശുദ്ധി ചെയ്ത കടുകെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു മാർവാടി സ്റ്റൈൽ പിക്കിളായതുകൊണ്ട് കടുകെണ്ണയാണ് ഇതിലേക്ക് കറക്റ്റ് ആയിട്ട്. ഇനി നമ്മൾ സാധാരണയായിട്ട് പിക്കിളെല്ലാം വെള്ളെണ്ണ വെച്ചിട്ടല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പൊ അതായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മണമില്ലാത്ത ഏതെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒലിവ് ഓയിലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടേ, സോക്ക് ചെയ്യാൻ വെച്ച പച്ചമുളക് എടുക്കുക. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചാൽ ഈ മസാല ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ പിക്കിളിന് ആവശ്യമായിട്ടുള്ള മസാലയാണ് നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ മസാലയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പൊ കാശ്മീരി ചില്ലി പൗഡറിന് പകരം നമുക്ക് സാധാരണ മുളക് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടുത്തെ ചേർക്കാൻ കാരണം എന്തായാലും ഒരു കളർ വ്യത്യാസമുണ്ട്, കാരണം ഈ മസാല ചേർത്തപ്പോഴേ. അപ്പൊ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ അധികം എരിവില്ലാതിരിക്കാനാണ് കേട്ടോ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പൊ അതില്ലാത്തവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടി ചേർക്കുമ്പോൾ ഇത്തിരി അളവ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നന്നായി ഇളക്കി യോജിച്ചതിന് ശേഷം ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണയുണ്ടല്ലോ അത് ഒഴിക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. ഇത്രയുള്ള നമ്മുടെ അച്ചാറിന്റെ പരിപാടി കഴിഞ്ഞു. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തന്നെ അത് ലൈക്ക് ചെയ്തോളൂ. ഇതുവരെ ലൈക്ക് ചെയ്യാതെ വീഡിയോ കണ്ടിരുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമുക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇതുപോലെയുള്ള ചെറിയ റെസിപ്പി കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തോളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടാറ്റാ.